ചെമ്പോത്തുനിന്ന് വിട്ട കാറിലാണ് ലച്ചുവും അമ്മയും രജിസ്റ്റർ ഓഫീസിൽ പോകുന്നത്. കാറിൽ കയറുന്ന നന്ദാവനം വീണ്ടും നിറക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. ഇനി ഒരിക്കലും ഇവിടേക്ക് ഒരു തിരിച്ചുവരവില്ലെന്ന മനസ്സിൽ ഉറപ്പിച്ചു ലച്ചു. നിറയുന്ന മിഴികൾ സുമ കാണാതിരിക്കാൻ മുഖം കുനിച്ചിരുന്നു അവൾ. ആ കാഴ്ച സുമയുടെ മനസ്സ് വീണ്ടും വേദനിപ്പിച്ചു. ലച്ചുവിന്റെ മനസ്സ് സങ്കടവും സന്തോഷവും ആഗ്രഹങ്ങളും ഒക്കെ സുമ എന്ന അമ്മയ്ക്കല്ലാതെ ആർക്ക് മനസ്സിലാകും. കാറിൽ ചാരിയിരുന്ന് കണ്ണുകളടച്ച് മനസ്സിന്റെ വിങ്ങലടക്കാൻ ശ്രമിച്ചു സുമ. മോളെ, സ്ഥലം എത്തി, രണ്ടാൾ ഇറങ്ങിക്കോ കേട്ടോ, ഞാൻ ഈ കാർ ഒതുക്കിയിട്ട് വരാം. ഡ്രൈവർ ചേട്ടൻ രണ്ടാളോടുമായി പറഞ്ഞു. ഇരുവരും കാറിൽ നിന്നും പുറത്തിറങ്ങി. അയാൾ കാർ ഒതുക്കിയിട്ട് വന്നു. ദാ സാഹിബും അല്ലമോനും ഒക്കെ അവിടെയുണ്ട്. അവരെ കൂട്ടി അയാൾ അകത്തേക്ക് വന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നതിനാൽ അവിടെ ഒരുപാട് താമസമുണ്ടായില്ല. ഇബ്രാഹിമിന്റെ മകൻ നാസറും അൽത്താഫിന്റെ ബാപ്പ അക്ബറും കൂടെ ഉണ്ടായിരുന്നു. ഒപ്പിട്ട് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ലച്ചുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. മോളെ, നീ വിഷമിക്കരുത്, എന്റെ ചെക്കൻ നിന്നെ വിഷമിപ്പിക്കില്ല. അക്ബറിന് അവളുടെ കണ്ണുനീര് കണ്ടപ്പോൾ വല്ലാത്തൊരു നോവ് തോന്നി. അയാൾ അവളെ ആശ്വസിപ്പിച്ചു. സുമേ, ഇന്നലെ പറഞ്ഞില്ലേ ഒരു താലികെട്ട് വേണമെന്ന്, നമ്മുടെ വീട്ടിൽ വെച്ച് അത് നടത്താം, നമുക്ക് അങ്ങോട്ട് പോകാം, ഇബ്രാഹിം പറഞ്ഞു. അത് ഞാൻ വന്നല്ല ഐഷുമ. സുമ പറയാൻ വന്നത് പാതിയിൽ നിർത്തി. വർത്തമാനങ്ങളൊക്കെ ഉണ്ടാകും എന്ന് വെച്ച് എന്നും അങ്ങനെ ആവില്ല. അവരുടെ വിഷമം അവർ പറയും. പതിയെ അതൊക്കെ അങ്ങ് നിർത്തിക്കോളും, കാര്യമാക്കാതിരുന്നാൽ മതി. ഇബ്രാഹിമും പറയുമ്പോൾ ലച്ചു അമ്മയെ നോക്കി. ഇനി ഇവിടെ എന്താകുമെന്ന് കാത്തിരുന്നത് എന്നതായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം. അമ്മയും കൂടെ വരാൻ വിഷമിക്കേണ്ട, സുമ ലച്ചുവിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. പോകാമോ? അൽത്താഫ് തന്നെ മുന്നോട്ട് വന്നു ലച്ചുവിനോട് ചോദിച്ചു. ലച്ചു ഒന്ന് മൂളി. ലച്ചുവും അമ്മയും അല്ലുവും അവർ വന്ന കാറിലും ബാക്കിയുള്ളവർ മറ്റു വണ്ടികളിലുമായി ആണ് ചെമ്പോത്തെത്തിയത്. കയറി വാ, നിന്നെ ആരും ഒന്നും പറയില്ല. നിറമിഴിയോടെ മടിച്ചു നിൽക്കുന്ന ലച്ചുവിന്റെ കയ്യിൽ കൈ കോർത്ത് പിടിച്ചു അല്ലു. ആ കൈ തണുത്ത് മരവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പേടിക്കണ്ട കേട്ടോ, നമ്മളിന്ന് തന്നെ ഇവിടുന്ന് പോകും. കരഞ്ഞ വീട്ടിലേക്ക് കയറണ്ട, കണ്ണു മുഖം തുടക്കി. അവൻ പോക്കറ്റിൽ നിന്നും ഒരു കർച്ചീഫ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ലച്ചു വിറയ്ക്കുന്ന കൈ കൊണ്ട് അത് വാങ്ങി മുഖം തുടച്ചു. പേരറിയാത്ത എന്തോ മുന്തിതരം അത്തന്റെ മനം മയക്കുന്ന മണം ലച്ചു അറിഞ്ഞു. അതേ മണം തന്നെയാണ് അടുത്ത് നിൽക്കുന്നവനും. നിങ്ങൾ കയറി വാ പിള്ളേരെ, നാസറിന്റെ ഭാര്യ ജമീല പറഞ്ഞു. നസീമോ ഐഷുമ പുറത്ത് വരിക ആരെയും നോക്കുകയോ ചെയ്തില്ല. വാ, ദാ ഇപ്പൊ എല്ലാരും ഇവിടെയുണ്ട്. ആ മാല കൊച്ചിന്റെ കഴുത്തിലിട്ട് കൊടുക്ക്. അക്ബർ ഒരു ജ്വല്ലറി ബോക്സ് സലോനെ ഏൽപ്പിച്ചു പറഞ്ഞു. ഒപ്പം അകത്തേക്ക് നോക്കി ഐഷുമയും നസിയെയും വിളിക്കുകയും ചെയ്തു. ഇരുവരും ഇരുണ്ട മുഖത്തോടെ വാതിൽക്കൽ വന്നു നിന്നു. എല്ലാരെയും ഒന്ന് നോക്കി അൽത്താഫ് ആ മാല ലച്ചുവിനെ അണിയിച്ചു. ഒപ്പം ആ മുഖം പതിയെ താടിയിൽ പിടിച്ചുയർത്തി നെറ്റിയിൽ ചുണ്ടു ചേർത്തു. വിറച്ചുകൊണ്ട് അവൾ പിന്നിലേക്ക് നീങ്ങി. അവൻ അവളെ നോക്കി കള്ളച്ചിരി ചിരിച്ചു. കഴിക്കാൻ വായോ, സുമചേച്ചി ഇങ്ങോട്ട് ഇരിക്കുക. ജമീല തന്നെ എല്ലാരെയും കഴിക്കാൻ വിളിച്ചു. വേണ്ട ജമീലെ, ഞാൻ ഇറങ്ങുവാണ്, വീട്ടിൽ പോയി കഴിക്കാം. സുമ പോകാൻ എഴുന്നേറ്റതും ലച്ചുവിൽ നിന്നും ഒരു വേങ്ങൽ ഉയർന്നു. ലച്ചു വാ. സുമ വിളിച്ചതും അല്ലു വന്ന് അടുത്തിരിക്കുകയായിരുന്ന ലച്ചു എഴുന്നേറ്റ് സുമയ്ക്കരികിൽ ചെന്ന് അവളുടെ കൈ പിടിച്ചു. ആയുഷമയും നസീമയും ഇരിക്കുന്ന റൂമിലേക്ക് നടന്നു. സുമ, നീ ഇവിടെ ഇരിക്കല്ലോ, ഞാൻ നോക്കട്ടെ. അൽത്താഫ് അവർക്ക് പിന്നാലെ പോകാൻ എഴുന്നേറ്റെങ്കിലും ഇബ്രാഹിം തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഐഷുമ, നസി, എന്റെ ലച്ചുവിന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയുന്നത് പോലെ നിങ്ങൾക്കും അറിയാം. ഇങ്ങനൊരു വിവാഹമൊന്നും മനസ്സിൽ പോലും കരുതിയതല്ല, പക്ഷെ സംഭവിച്ചു പോയി. ഇവിടെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഞാൻ. എന്റെ മുന്നിൽ വേറെ മാർഗമില്ല. തികട്ടി വരുന്ന വിങ്ങിൽ അടക്കി സുമ ലച്ചുവിന്റെ കൈ പിടിച്ച് ഒന്നും മിണ്ടാതെ നിലത്ത് നോക്കി ബെഡിലിരുന്ന ആയിഷുമയുടെ കൈകളിൽ വെച്ചു കൊടുത്തു. പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങി. അമ്മ നിൽക്കമ്മ. സുമയ്ക്ക് പിന്നാലെ അൽത്താഫ് ഓടി വന്നു. അവന്റെ പുറകെ കരഞ്ഞുകൊണ്ട് ലച്ചുവും. അമ്മയെ ഞാൻ എങ്ങോട്ടും വിടില്ല. അമ്മ അപ്പുറത്ത് പോയാൽ ഞാനും വരും, ഇല്ലെങ്കിൽ അവരമ്മയെ ഉപദ്രവിക്കും. അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ലച്ചു പറഞ്ഞു. അതെ അമ്മ, ഇന്നലെ തന്നെ അമ്മയ്ക്ക് മനസ്സിലായില്ലേ, അവരെ ഞാനും ലച്ചുവും ഉടനെ തന്നെ ഇവിടുന്ന് മാറി താമസിക്കും. അമ്മ ഞങ്ങളുടെ കൂടെ വരണം, അതുവരെ ഇവിടെ നിൽക്കാം. അൽത്താഫ് പറയുന്നത് കേൾക്കെ സുമ നിഷേധഭാവത്തിൽ തലയനക്കി. ലച്ചുവിനും അറിയാം, ആ വീട്ടിൽ നിന്നും ജീവനോടെ ഞാൻ മറ്റൊരു വീട്ടിൽ പോവില്ല മോനെ. നിർബന്ധിക്കലേ, എന്റെ മോളെ കൈവിടരുത്, അതേയുള്ളൂ നിന്നോട് പറയാൻ. സുമ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. അൽത്താഫിനും കണ്ണുകൾ നേറി അവരുടെ വിഷമം കണ്ട്. സുമേ, എന്തായാലും ഇത്രയും ആയില്ലേ, നീ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് വയ്ക്കൂ, അവിടെ ചെന്ന് പട്ടിണി കിടക്കണ്ട. ഇബ്രാഹിം നിർബന്ധിച്ചതോടെ മനസ്സുള്ള സുമ ആഹാരം കഴിച്ചു. പിന്നെ പോകാൻ നേരം വീണ്ടും അല്ലുവിന് അടുത്തെത്തി. മോനെ, എപ്പോഴെങ്കിലും എന്റെ കുഞ്ഞൊരു ബാധ്യതയാണെന്ന് തോന്നിയാൽ അവളോട് തുറന്നു പറയണം. അതുപോലെ ചെറുതെങ്കിലും ഒരു ജോലിയും പേടിക്കാതെ കിടന്നുറങ്ങാൻ ഒരു സ്ഥലവും അവൾക്ക് ശരിയാക്കി കൊടുക്കണം. ഇതല്ലാതെ വേറൊന്നും അമ്മയ്ക്ക് നിന്നോട് പറയാനില്ല, പോട്ടെ. അവന്റെ കൈ പിടിച്ച് പറഞ്ഞിട്ട് ലച്ചുവിനെ ചേർത്ത് പിടിച്ച സുമ. അമ്മയോർത്ത് അമ്മയുടെ ലച്ചു വിഷമിക്കരുത്,
എന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടാൻ പാകത്തിന് പഠിക്കാൻ പോണം, ജോലി ചെയ്ത് ജീവിക്കണം കേട്ടോ. എൻ്റെ പൊന്നുമോൾക്ക് തരാനൊന്നും അമ്മയുടെ കയ്യിലില്ല. അവളെ നെറ്റിയിൽ ചുണ്ട് ചേർത്ത് പറഞ്ഞിട്ട് വേഗം നന്ദാവനം ലക്ഷ്യമാക്കി നടന്ന സുമ, എടോ ഇനിയും ഇവിടെ നിന്ന് അമ്മയെ നോക്കാനാണോ പ്ലാൻ? വീടിനകത്തേക്ക് വന്നേ, നമുക്ക് വൈകിട്ട് അമ്മയെ പോയി കാണാം. സുമ പോയിട്ടും ചെമ്പോത്തെ ഉമ്മറപ്പടിയിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് നോക്കി നിൽക്കുന്ന ലച്ചുവിനോടല്ലോ പറഞ്ഞു. അവന്റെ ശ്വാസത്തിന്റെ ചൂട് തൊട്ടടുത്ത് നിന്ന് ലച്ചു അറിഞ്ഞു. ഒരു വെപ്രാളത്തോടെ അവൾ വീടിനുള്ളിലേക്ക് കയറി. അടക്കി പിടിച്ച ആനന്ദത്തോടെ പിന്നാലെ തന്നെ അല്ലുവും. മോളിങ്ങി വാ, ഉപ്പൂപ്പ പറയട്ടെ. ലച്ചുവിന്റെ കൈ പിടിച്ച് അടുത്തിരുത്തി ഇബ്രാഹിം. മോളെ, ചിലപ്പോ ഈ പെണ്ണുങ്ങൾ എന്തേലുമൊക്കെ പറഞ്ഞു വന്നെന്ന് വരും. കൊച്ചതൊന്നും കാര്യമാക്കരുത് കേട്ടോ. അയാൾ പറഞ്ഞതിനെ ലച്ചു ഒന്ന് മോളി. അതിന് ലച്ചു ഇവിടെ അല്ല ഉപ്പൂപ്പ താമസം. പിന്നെ എവിടെയല്ലോ? നീ എന്നും ഞങ്ങൾക്കൊപ്പം ആയിരുന്നില്ലേ? ഇപ്പൊ 5 വർഷമല്ലേ ആയുള്ളൂ ഇവിടുന്ന് പോയിട്ട്. ഇബ്രാഹിം വിഷമത്തോടെ അവനെ നോക്കി. എൻ്റെ ഉപ്പൂപ്പ, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അനിയത്തി ടൗണിലെ കോളേജിലാണ് പഠിക്കുന്നത്. 3 പെൺകുട്ടികൾ ചേർന്നൊരു വീടെടുത്താണ് താമസം. അവിടെ ലച്ചുവിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇവളെ അവിടെ കൂടെയാക്കും. പിന്നെ ഒരു ക്ലാസ് തുടങ്ങിയെങ്കിലും അവർ പഠിക്കുന്ന കോളേജിലൊരു സീറ്റും ഒപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങും. നീ എല്ലാം ഒറ്റയ്ക്ക് തീരുമാനിക്കാനായി അല്ലേയല്ലോ? കരഞ്ഞുണ്ട് നസീമ വന്ന് അവന്റെ തോളിൽ തലി. ഉമ്മി, എനിക്ക് അവളെ നോക്കണം. കുറച്ചുനാൾ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ കാണും. അവളെ അംഗീകരിക്കാൻ നിങ്ങൾക്കും എല്ലാവർക്കും മനസ്സ് വരുമ്പോൾ ഇവൾ ഇങ്ങോട്ട് വരും. അതുവരെ അവളെ പഠിപ്പ് നടക്കട്ടെ. അവൻ അവരെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. അവന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വിതുമ്പിക്കരഞ്ഞു നസീമ. ഇതൊക്കെ കണ്ടും കണ്ണും നിറച്ചു നിൽക്കുന്ന ലച്ചുവിനെ നോക്കി കണ്ണ് ചിമ്മി അൽത്താഫ്. ഒരു പിടച്ചിലൂടെ ലച്ചു മുഖം കുനിച്ചു. ആ വിഷമത്തിലും അല്ലുവിന് ചിരി വന്നു പോയി. ഐഷുമ, ബെഡിൽ കിടക്കുന്ന ഐഷുമ്മയുടെ അരികിൽ വന്നിരുന്ന് കയ്യിൽ പിടിച്ചു വിളിച്ചു. പൊയ്ക്കോ കൊച്ചേ, ഇപ്പം നിന്നെ കാണുമ്പോ എനിക്ക് ദേഷ്യം തോന്നും. ഇതുവരെ നിന്നോട് തോന്നിയ സ്നേഹത്തെ ആ ദേഷ്യം മറിച്ചു കളഞ്ഞു. പൊയ്ക്കോ, എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോ, ഇനി ഇങ്ങോട്ട് വരരുത്. അവളുടെ കൈ വിടുവിച്ച് മുഖം തിരിച്ചുകൊണ്ട് ഐഷുമ്മ പറഞ്ഞു. ഇതോടെ കിടതം ലച്ചുവിന്റെ കണ്ണുകൾ ഒഴുകിയിറങ്ങി. അത് അമർത്തി തുളച്ച് അവൾ എഴുന്നേറ്റു. നസീമിന്റെ അരികിൽ വന്നു. പിന്നെ അവിടെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ അക്ബറിനെയും ഇബ്രാഹിമിനെയും നോക്കി അയാൾക്കരികിലിരുന്നു. ഉപ്പൂപ്പ, എൻ്റെ അമ്മ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കോ? നോക്കിക്കൊള്ളാം. മോള് സന്തോഷത്തോടെ പോയിട്ട് വാ. നന്നായി പഠിക്കണം കേട്ടോ. തന്റെ മുന്നിലിരുന്ന് കണ്ണുനീർ വാർക്കുന്ന ആ പെൺകുട്ടി ചേർത്ത് പിടിച്ച് ഇബ്രാഹിം പറഞ്ഞു. പോകും വഴിക്ക് മോളുടെ അമ്മയോടൊന്ന് പറയണം, എന്നിട്ടേ പോകാവൂ കേട്ടോ അല്ലോ. അതുവരെ മിണ്ടാതെന്ന് അക്ബർ പറഞ്ഞു. അത് അങ്ങനെയുള്ളൂ ബാപ്പി. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? പോകും വഴി കോളേജിൽ കയറണം. 3 മണിക്ക് ചെല്ലാനാണ് പറഞ്ഞത്. നിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തോണം കേട്ടോ. വീട്ടിൽ പോണമെന്ന് പറഞ്ഞതോടെ ലച്ചു ആശങ്കയോടൊന്ന് മൂടി. പോകാമോ? അല്ലു ലച്ചുവിന്റെ അരികിൽ വന്ന് നിന്ന് ചോദിച്ചു. ലച്ചു മൂളി. അൽത്താഫ് കാറിൽ കയറി ഇരുന്നിട്ടും ലച്ചു തിരിഞ്ഞു നോക്കി. ഇബ്രാഹിമും അക്ബറും ഖദീജ ചേച്ചിയും നോക്കി നിൽക്കുന്നുണ്ട്. ഐഷുമയോ ഉമ്മയോ ആരെയും കാണുന്നില്ല. ലച്ചുവിന് വീണ്ടും സങ്കടം തോന്നി. കയറു ലക്ഷ്മി എന്നൊക്കെ അർത്ഥം ലച്ചു വല്ലായ്മയുടെ അല്ലുവിനെ നോക്കി. പിന്നെ അവൻ ഓപ്പൺ ചെയ്തു വെച്ച ഡോറോടെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു. കാർ പതിയെ നന്ദാവനം ലക്ഷ്യമാക്കി ഓടിച്ചു അൽത്താഫ്. 2 മിനിറ്റ് പോലും വേണം അവിടെ എത്താൻ. എങ്കിലും കാറിൽ തന്നെ വരണമെന്ന് അവന് തോന്നി. കാർ ഒതുക്കിയിട്ട് അവിടേക്ക് കയറുമ്പോൾ അൽത്താഫിന്റെ പല്ലുകൾ ഞെരിഞ്ഞു. ഒളിവ് പാകിയാളി. പക്ഷേ മുഖത്തൊരു മനോഹരമായി ചിരി ഒട്ടിച്ചിരുന്നു. മക്കളോ വാ ഇരിക്ക്. സുമയ്ക്ക് 2ആളെയും കണ്ടിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ സൽക്കരിക്കണമെന്നറിയാതെയേ അമ്മ അല്ല സുമയെ വിളിച്ചു. അപ്പോഴേക്കും റൂമിൽ നിന്ന് മായും അമ്മയും ഇറങ്ങി വന്നു. എന്താ മോനെ? ആരെയും നോക്കാതെ സുമ അൽത്താഫിനെ നോക്കി. ഇവളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒന്ന് എടുത്തു തരണം. ലച്ചുവിനെ നോക്കിയിട്ട് അല്ലു സുമയോട് പറഞ്ഞു. മക്കളിരിക്കുക, അമ്മ ചായ എടുക്കാം. ലച്ചു മോളെ ചെന്ന് അതൊക്കെ എടുത്തിട്ട് വാ. വേണ്ടമ്മ, ചായ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് പെട്ടെന്ന് ഇറങ്ങണം. ലച്ചുവിന് അഡ്മിഷൻ എടുക്കാൻ 3 മണിക്ക് കോളേജിലെത്തണം. അതുകൊണ്ടാണ് ചായ കുടിക്കാൻ ഞങ്ങൾ ഒരു ദിവസം വരും. ഉള്ളിൽ ഒളിപ്പിച്ച പകയുടെ എന്നാൽ ചുണ്ടിൽ ഒരു ചിരിയുമായി അല്ലു മായയും അവളുടെ അമ്മയും അടുത്ത മുറിയുടെ വാതിലുകൾ ഇറങ്ങി വന്ന നികിതയെ നോക്കിയിട്ട് സുമയോട് പറഞ്ഞു. ഞാനിപ്പോൾ കൊണ്ടുതരാം മോനെ. സുമ വേഗം തന്റെ റൂമിലേക്ക് പോയി. അവിടെയുള്ള അലമാരയിലാണ് അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അല്ല മോനെ, നീ ഈ പെണ്ണിന്റെ ചന്തം കണ്ടിട്ടാണോ കെട്ടിയത്? ഇതിന്റെ കുറവൊക്കെ അറിയോ? എന്തു കുറവ്? അല്ലു ഒന്നും അറിയാത്തതുപോലെ അവരെ നോക്കി. ലച്ചു ആരെയും നോക്കാതെ പുറത്തേക്ക് നോക്കി നിന്നു. എന്റെ പൊന്നു മോനെ, ഈ പെണ്ണിനെ എന്റെ മോൻ കെട്ടാനിരുന്നതാണ്. അപ്പോഴാണ് ആക്സിഡന്റ് ആയതും അതിൽ പ്രസവിക്കാനുള്ള കഴിവൊക്കെ അങ്ങ് പോയി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു കുഞ്ഞില്ലാതെ എന്ത് ജീവിതമാണ് കുഞ്ഞെ? അതുകൊണ്ട് ഇവളെ വേണ്ടെന്ന് വെച്ച് അവൻ വേറെ കെട്ടുകയും ചെയ്തു. നിനക്ക് അബദ്ധം പറ്റിയതാണെങ്കിൽ ഇവിടെ കളഞ്ഞിട്ട് പോയിക്കോ, ആരൊന്നും പറയില്ല. അയ്യോ പടക്കം പൊട്ടും പോലൊരു ശബ്ദവും ഷോഫയുടെ നിലവിളിയും കേട്ടാണ് ലച്ചു ഉൾപ്പെടെ എല്ലാവരും അങ്ങോട്ട് നോക്കിയത്. കവിളിൽ കൈവച്ച് ഭിത്തിയിൽ ചാരി നിൽക്കുന്ന അവരുടെ മുഖത്തിന് നേരെ വിറയ്ക്കുന്ന വിരലുകൾ. ഇനി എന്തെങ്കിലും അവളെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് തവണ ആലോചിക്കണം. അവൾ ചെമ്പോത്തെ അൽത്താഫിന്റെ പെണ്ണാണ്. അവളെ നോക്കുമ്പോൾ ആ ഓർമ്മ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. പിന്നെന്താ പറഞ്ഞല്ലോ? തിരിഞ്ഞു നടക്കാൻ ആഞ്ഞിട്ട് അല്ല ഷോഫയുടെ നേരെ തിരിഞ്ഞും
ഭയത്തോടെ അവർ പിന്നിലേക്ക് ഒതുങ്ങി. ആ, ഇവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്ന് അറിഞ്ഞ് നിങ്ങൾ മകനെ വേറെ കല്യാണം കഴിപ്പിച്ചു, അങ്ങനെയല്ലേ? ശോഭ ഭയത്തോടെ മൂളി. എന്നാലേ നിങ്ങളുടെ മകന് കുട്ടിയുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഒരു പുച്ചച്ചിരിയോടെ അൽത്താഫ് ശോഭയോട് ചോദിച്ചു. അവർ ഭയത്തോടെ മുഖം കുനിച്ചു. അൽത്താഫ് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ ഓർക്കെ സുമയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. അവർ ആ തിണ്ണയിലിരുന്ന് നിറഞ്ഞ കണ്ണുകൾ ഒപ്പി. ആ, ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുപ്പാണോ? വൈകിട്ട് ചായക്കൊപ്പം എന്താ കഴിക്കാൻ? ശോഭ സുമയുടെ ദേഷ്യത്തിൽ ചോദിച്ചു. അവർ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. എന്താ സുമേ, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? പോയി ചായ ഇട്. എന്റെ നാവ് ഇറങ്ങിപ്പോയിട്ടില്ല, അത് അവിടെ തന്നെയുണ്ട്. പിന്നെ ചായ ഇടുന്നത് വേണമെന്ന് ഉള്ളവർക്ക് ഇട്ടു കുടിക്കാം. ഇനി ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്റെ മരുമക്കളുടെ വീട്ടുകാർ കഴിക്കില്ല. ഷോ, തെറ്റിപ്പോയി. നിങ്ങൾ മാത്രമല്ല, എന്റെ മക്കളും മരുമക്കളും കഴിക്കില്ല. ഇവിടെ വല്ലതും വാങ്ങി വെച്ചാൽ എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി കഴിക്കും. ഞങ്ങളെ ഭർത്താക്കന്മാർന്ന് വാങ്ങിച്ചു വെച്ചില്ലെങ്കിലോ നിങ്ങൾ എങ്ങനെ കഴിക്കും? മായ ചോടിപ്പോടെ സുമയോട് ചോദിച്ചു. പിന്നെ എന്റെ ചിലവ് നോക്കാതിരിക്കാൻ മക്കൾക്ക് പറ്റില്ലല്ലോ. കാരണം എന്തെന്നോ, നിങ്ങളുടെ ഭർത്താക്കന്മാർ ഞെളിഞ്ഞിരുന്ന് നടത്തുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അതിൽ 3 അവകാശികളൊന്ന് ഞാനാണ്. അത് ഞാൻ ആർക്കും വിറ്റിട്ടില്ല. എന്റെ കാര്യങ്ങൾ നോക്കാൻ എന്റെ മക്കൾക്ക് വയ്യെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. മാറുങ്ങോട്ട്. ശോഭയെ തട്ടിമാറ്റി തന്റെ മുറിയിലേക്ക് കയറിപ്പോയി സുമ പറയുന്ന കേൾക്കെ ശോഭ മായ തുറച്ചു നോക്കി. മായ മുഖം കുണിച്ചതേയുള്ളൂ. ഒരു ഇരുനില വീടിന് മുന്നിൽ അല്ലു കാർ കൊണ്ടുവന്ന് നിർത്തി ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. ഇറങ്ങി വാ, ഇതാണ് വീട്. കോളേജിൽ പോയി അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ലച്ചു മടിയിലിരുന്ന ഫയലെടുത്ത് കോളേജിൽ കൊടുത്തത് പോയിട്ട് മറ്റ് സർട്ടിഫിക്കറ്റുകൾ അതിലുണ്ട്. അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന പെണ്ണിനെ അവൻ അലിവോടെ നോക്കി. വാ. കാറിന്റെ ഡോർ തുറന്ന് കൈ അവൾക്ക് നേരെ നീട്ടിയാൽ ആ കയ്യിൽ മുറുക്കെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. എത്തിയോ രണ്ടാളും? ഹരിയേട്ടൻ ഇപ്പൊ വിളിച്ചു വച്ചതേയുള്ളൂ. വാലക്ഷ്മി, എന്നെ മനസ്സിലായോ? ഹരിയുടെ അനിയത്തിയാണ് ഹരിത. ഏട്ടനും കയറി വാ. ലച്ചുവിന്റെ കൈ പിടിച്ച് വീടിനുള്ളിൽ കൊണ്ടുപോയി ഹരിത കൂടെ അൽത്താഫും. മടിച്ച് കയറി വരുന്ന ആ പെൺകുട്ടിയെ കണ്ട് ഹാളിൽ TV കണ്ടുകൊണ്ടിരുന്ന 2 പേരും എഴുന്നേറ്റും. സൂര്യ, ഇത് ലക്ഷ്മി പ്രിയ. അല്ലുവേട്ടന്റെ ഭാര്യ ലക്ഷ്മി, ഇത് സൂര്യ, എന്റെ കൂടെ പഠിക്കുന്നതാണ്. ഇത് സബിത ചേച്ചി, ആള് കോളേജിൽ ഓഫീസ് വർക്കാണ്. ലക്ഷ്മിക്ക് അഡ്മിഷൻ എടുത്തായിരുന്നോ? ആ, അതൊക്കെ കഴിഞ്ഞു. ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളൊക്കെ ഇന്ന് പരിചയപ്പെടുത്തിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. സൺഡേ ഈവനിങ് ആളെങ്ങി എത്തിച്ചോളാം. മൺഡേ മുതൽ ക്ലാസ്സിൽ പോകാലോ. പിന്നെ ഹരിത, എന്റെ കൊച്ചിനെ നന്നായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ 2 വർഷമായി ഒന്നിലും ആക്റ്റീവ് അല്ല അവൾ. ലച്ചിരുന്ന് നോക്കിയിട്ടല്ലോ പറഞ്ഞു. അറിയേട്ടാ, ഹരിയേട്ടൻ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 ആഴ്ചത്തെ ക്ലാസ് ആയിട്ടേ ഉള്ളൂ. വലുതായിട്ടൊന്നും നോട്ടൊന്നും എഴുതാനില്ല. ഇനിയുള്ളത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തോളാം. ഏട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ഹരിത സന്തോഷത്തോടെ അൽത്താഫിനോട് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, ഞാൻ ഹരി വിളിച്ചോളാം. ശരിയേട്ടാ. ഹരിതയോടും കൂട്ടുകാരോടും യാത്ര പറഞ്ഞ അൽത്താഫും ലച്ചുവും ഇറങ്ങി. കാറിലിരുന്ന വിഷമത്തോടെയും ചെറിയൊരു പേടിയോടെയും തന്നെ നോക്കുന്ന പെണ്ണിനെ ഇടയ്ക്കിടെ അവനും നോക്കുന്നുണ്ടായിരുന്നു. അവനൊരു ടെക്സ്റ്റൈൽസിന്റെ പാർക്കിങ്ങിൽ കയറിയിട്ട് ലച്ചുവിനെയും കുട്ടി അകത്തേക്ക് പോയി. എന്താ സാർ വേണ്ടത്? ഒരു സെയിൽസ് ഗേൾ മുന്നോട്ട് വന്ന് ചോദിച്ചു. ദാ, ഇയാൾക്ക് വേണ്ട കുർത്തി, ലെഗിൻസ്, ചുരിദാർ സെറ്റ്, സ്കേർട്ട്, അതിന്റെ ടോപ്പ്, പിന്നെ ഇതുപോലുള്ള ഡ്രസ്, ജീൻസ്, നൈറ്റ് ഡ്രസ്, ഇയാൾക്ക് വേണ്ടതെല്ലാം വേണം, ഇന്നർ ഉൾപ്പെടെ. അവൻ ആ കുട്ടിയോട് പറയുന്ന കേട്ട് ചമ്മി നിൽക്കുവാണ് ലച്ചു. ആ കുട്ടി അവരെയും കുട്ടി 2nd ഫ്ലോറിലേക്ക് ചെന്നു. പിന്നെ ഒരു അങ്കായിരുന്നു. എല്ലാം കൂടെ വാങ്ങിക്കുട്ടി ഇടയ്ക്ക് വേണ്ട, ഇത്രയും മതിയെന്ന് ലച്ചു പറയുമ്പോൾ അല്ലയോളെ നോക്കി കണ്ണ് കൂർപ്പിക്കും. പിന്നെ അവൾ മിണ്ടാതെ നിൽക്കും. വീണ്ടും ഇത് തന്നെ അവസ്ഥ. എന്തായാലും വാങ്ങിയതൊക്കെ വാരിക്കൂട്ടിയാണ് 2 ആളും ചേർന്ന് കാറിൽ കൊണ്ടുവച്ചത്. എന്തെങ്കിലും പറയടാ, എന്തിനിങ്ങനെ പേടിച്ചിരിക്കുന്നത്? ഞാൻ നിന്നെ പിടിച്ച് വിഴുങ്ങുമൊന്നുമില്ല. ഒരു ചെറിയ ചീയുടെ കാറിൽ കയറിയിട്ട് മിണ്ടാതിരിക്കുന്ന ലച്ചുവിനെ നോക്കി അല്ലു പറഞ്ഞു. എനിക്ക് നിനക്ക് കുറവുണ്ട്, ഇതൊന്നും വേണ്ടായിരുന്നു. ഞാനൊരു ബാധ്യതയാവും എന്നൊക്കെയാണെങ്കിൽ വേണ്ട കേട്ടോ. എനിക്ക് നമ്മൾ ഒന്നായതിൽ യാതൊരു വിഷമവും ഇല്ല, സന്തോഷമേ ഉള്ളൂ. പിന്നെ കുട്ടികൾ, അതിപ്പോൾ എനിക്കാണ് കുഴപ്പമെങ്കിലോ? അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇനി നമുക്ക് വേറൊന്നും നോക്കണ്ട, ഒരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്നേ. അവൻ പറയുന്നതൊക്കെ കേട്ട് അവൾ കണ്ണു വീഴ്ചയിരുന്നു. ഇപ്പം നമ്മൾ എവിടെ പോവുകയാണ് എന്ന് ഇളന്ത ചോദിക്കാത്തത്? ഇഷ്ടമായില്ലെങ്കിലും എന്ന് വിചാരിച്ചു. ആർക്ക്? അവൻ എടുത്ത് ചോദിച്ചു. മുഖം കൊണ്ട് അവൾ അവനെയാണെന്ന് കാണിച്ചു. അവൻ ചിരിച്ചു പോയി. അതെ, പണ്ടൊരു 10-12 വർഷങ്ങൾക്ക് മുൻപ് എന്നെ എന്താ വിളിച്ചിരുന്നെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ട്. എങ്കിൽ അങ്ങനെ വിളിച്ചാൽ മതി. അല്ലൂസ് എന്നോ? അവനൊന്ന് മൂടി. നിന്നെ ഞാൻ വിളിച്ചിരുന്ന ഓർമ്മയുണ്ടോ? ഉണ്ട്. ഞാൻ അതും വിളിക്കും, അത് മതി. നീ എന്നെ അല്ലൂസ് എന്നും ഞാൻ നിന്നെ കുഞ്ഞിപ്പാത്തെന്നും. പിന്നെ നമ്മൾ പോകുന്നത് നമ്മളിന്ന് കണ്ടിട്ടില്ലേ, എൻ്റെ നാസർ മാമൻ ആളുടെ വീട്ടിലാണ്. അത് അവിടെയുള്ളവർക്ക് എന്നെ ഇഷ്ടമാകുമോ? അവിടെ വേറെ ആരും ഇല്ല എൻ്റെ കുഞ്ഞിപ്പാത്തുവേ. മാമനും മാമയും മാത്രമേ ഉള്ളൂ, അവർക്ക് മക്കളില്ല. നമ്മൾ 3 ദിവസം അവിടെയാണ്. എന്നെ ശരിക്കും 2 ആളെ സ്വന്തം പോലെയാണ് കാണുന്നത്. മോനെ എന്നല്ലാതെ വിളിച്ചിട്ടില്ല. ഇന്ന് കണ്ടിട്ടില്ലേ, നിന്നോട് എന്തെങ്കിലും വിഷമം കാണിച്ചോ? മാമി അത്രയും പാവാണ് ആള്. നിന്നെ സ്വന്തം മോളായിട്ട് കാണും മാമി, അതെനിക്ക് ഉറപ്പാണ്.
എന്തോ ആലോചനയോടെ ചെറു ചിരിയോടെ പറഞ്ഞു അവൻ. കാർ മുന്നോട്ട് പായിച്ചു.